ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം ചിന്തിക്കുന്നത് പോലെ തന്നെ ഈ കാലഘട്ടം വല്ലാത്തൊരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യ ജീവിതങ്ങൾ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, പലപ്പോഴും നാം മാനസികമായി തകരാൻ സാധ്യതകളുണ്ട്. എന്നാലും നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശയാണ് നാം ഓരോ ദിവസവും ജീവിക്കാൻ തന്നെ കാരണമാകുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ വചനമൊക്കെ പറയുമ്പോൾ ഞാനൊരു ദൈവവചനം വായിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിൻ്റെ 51 വാക്യം എഴുതിയിരിക്കുന്നു: എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറയ്ക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേപ്പ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ഈ യോസേപ്പിൻ്റെ ജീവിത ചരിത്രം എന്ന് പറയുന്നത് വളരെ കണ്ണുനീരിലൂടെ കടന്നുപോയ യോസേപ്പിൻ്റെ ചരിത്രം പഠിക്കുന്ന എല്ലാവരെയും വളരെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന സാഹചര്യമായിരുന്നു യോസേപ്പിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. രക്തം ചെയ്യാം. എങ്കിൽ തന്നെയാണെങ്കിലും യോസേപ്പ് ഒരു ദൈവ വിളിയുള്ളവനും ദൈവിക ദർശനമുള്ളവനും മാത്രമല്ല, ദൈവത്തിന് ചില പദ്ധതികൾ യോസേപ്പിനെ കുറിച്ചുള്ളത് കൊണ്ട് യോസേപ്പ് അവിടെയൊക്കെ തളർന്നു പോകാതെ അവിടെ എല്ലാം ജയം പ്രാപിച്ചു നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. യോസേപ്പിനുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ സ്തോത്രം, യോസേപ്പും നമ്മളുമായിട്ടും താരതമ്യം ചെയ്താൽ കഴിഞ്ഞകാല ഓർമ്മകൾ പല സമയങ്ങളിലും മനോവേദനയെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. സമാധാനത്തെ നഷ്ടപ്പെടുത്തും. മറക്കുവാൻ പ്രയത്നിച്ചാലും സാധിക്കാത്ത നിലയിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെ വലിയൊരു കൂമ്പാരം തന്നെ ഹല്ലേലൂയ പലപ്പോഴും നിറഞ്ഞു നിൽക്കുവാൻ സാധ്യതയുണ്ട്. യോസേപ്പിനോട് അവൻ്റെ സഹോദരന്മാർ ചെയ്ത ദ്രോഹങ്ങൾ, പോത്തിഫറിൻ്റെ വീട്ടിൽ അന്യായമായി തന്നെ കുറ്റം ചാർത്തിയത്, അത് കേട്ട് ജനങ്ങൾ ക്രൂരമായി മർദ്ദിച്ചത്, കാരാഗ്രഹത്തിൽ അവൻ്റെ കാലിൽ ഇരുമ്പ് ചങ്ങലയിട്ട് പൂട്ടിയതും, ഈ വേദനകളെല്ലാം യോസേപ്പിനെ വല്ലാതെ വാട്ടി, ഹല്ലേലൂയ, വല്ലാതെ വലച്ചു, വല്ലാതെ ഭാരപ്പെടുത്തി എന്നൊക്കെ ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, യോസേപ്പിനെ പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനവധി കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ കടന്നു വരും. രക്തം ചെയ്യാം. യോസേപ്പിൻ്റെ സഹോദരന്മാർ യോസേപ്പിനെ ഉപദ്രവിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, സഹചാരികളിൽ നിന്ന് ഇതുപോലെയുള്ള പീഡനങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സുകൊണ്ട് തകർന്നു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ, വിശ്വാസത്താൽ നിങ്ങൾ അതിനെ തരണം ചെയ്യുവാൻ കഴിയുമ്പോഴാണ് നിങ്ങൾക്കത് ജയം പ്രാപിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞകാല ഓർമ്മകൾ, നിങ്ങൾ കുടുംബത്തിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്നൊക്കെ അനുഭവിച്ച ഹല്ലേലൂയ ക്രൂരമായ പീഡനങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചാലും അതൊരുപക്ഷെ മറക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. എങ്കിലും എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എങ്കിൽ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു തീരുമാനമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിൻ്റെ മേലുണ്ടെങ്കിൽ, ഈ ലോകം ഒന്നടങ്കം നിനക്കെതിരെ നിന്നാലും നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിൻ്റെ ശത്രുവിന് കഴിയുകയില്ല എന്നുള്ളത് യോസേപ്പിൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നിൻ്റെ ജീവിതം തകർച്ചയുടെ നടുവിലാണെങ്കിലും, കണ്ണുനീരിൻ്റെ നടുവിലാണെങ്കിലും, അത് ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലായിരുന്നാലും അതിൽ നിന്നൊക്കെ നിന്നെ വിടുവിച്ചു കൊണ്ടിരുവാൻ സർവശക്തനായ ദൈവം വിശ്വസ്തനാണ്. യോസേപ്പിൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് കുറ്റം അഥവാ അപമാനങ്ങൾ ഏൽക്കുകയും താൻ അതിനുവേണ്ടി കാരാഗ്രഹത്തിൽ വരെ അടയ്ക്കപ്പെട്ടപ്പോഴും അവിടെയും താൻ ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് യോസേപ്പിനെ ദൈവം എപ്പോഴും കൃതാർത്ഥനായി മാറ്റി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ അനവധി കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോയേക്കാം, സങ്കടങ്ങൾ കടന്നു പോയേക്കാം. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നിനക്ക് വന്നേക്കാം. മറക്കുവാൻ നീ അതിനുവേണ്ടിയുള്ള സകല പ്രയത്നങ്ങൾ ചെയ്താലും ഒരുപക്ഷെ നിനക്ക് മറക്കുവാൻ കഴിയാത്ത നിലയിൽ ആ വേദനകൾ നിന്നെ വല്ലാത്ത വിധത്തിൽ അലട്ടിയേക്കാം. ഹല്ലേലൂയ. എങ്കിലും വാഗ്ദത്തമുള്ളതിനെ നിന്നെ തകർക്കുവാൻ ഒരു ശത്രുവിന് കഴിയില്ല. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ദാസിയെ ഞാൻ പറയട്ടെ, ദൈവം നിൻ്റെ മേലൊരു വാഗ്ദത്തം വെച്ചിട്ടുണ്ടോ? സ്തോത്രം. ഒരു വാഗ്ദത്തം നിന്നോട് ദൈവത്തിൻ്റെ ദാസിമാർ പ്രവചനത്തിൻ്റെ ആത്മാവിൽ, വചന വെളിപ്പാടിൽ ദൈവിക ദൂതുകളായിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തമുള്ള നിന്നെ തകർക്കുവാൻ ഈ ലോകം ഒന്നടങ്കം എഴുന്നേറ്റാലും അതിന് കഴിയുകയില്ല എന്നുള്ളത് നീ തിരിച്ചറിയണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ.
യോസേപ്പിൻ്റെ ജീവിതത്തിൽ അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും അപമാനങ്ങളും വന്നെങ്കിലും ജോസഫ് അവിടെയൊക്കെ തളർന്നൊരു താളടിയായി പോകാതെ അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിച്ചു എന്നുള്ളത് നമുക്ക് തിരുവെഴുത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയും. പിന്നീട് യോസേപ്പിനെ അല്ലൊരിയ മിസ്രൈമിൻ്റെ രണ്ടാമനാക്കി മാറ്റിയതും അവിടെ നിന്നും യോസേപ്പിൻ്റെ ജീവിതത്തിലേക്ക് തനിക്ക് തക്കമായി തുണ കടന്നു വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസം യോസേപ്പിന് വിവാഹം നടന്നു. ആസ്നത്ത് എന്ന ഒരു ഭാര്യയെ യോസേപ്പിന് തുണയായി കിട്ടി. മനശ്ശെ എന്ന മകൻ ജനിച്ചു. അപ്പോൾ ദൈവം ഒരത്ഭുതം ചെയ്തു. യോസേപ്പിൻ്റെ ദുഃഖവും വേദനയും മറക്കുമാറാക്കി. ആമീൻ, സ്തോത്രം, മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ആമീൻ. യോസേപ്പിന് സമാധാന ഹൃദയത്തിൽ വന്നു, ഹൃദയത്തിൽ ശാന്തത വന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിൻ്റെയും ജീവിതത്തിനെ ഒരുപക്ഷെ തളർന്നു ഭാരപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി നീ കാത്തിരിക്കുകയാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. കഷ്ടതയുടെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ നീ കടന്നു പോകുന്നവളാണ്. ആരും നിന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും ഹല്ലേലൂയ, ജീവിതം നിരാശയുടെ നടുവിലാണെങ്കിലും ഭാരപ്പെട്ടു പോകണ്ട. കർത്താവ് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്താട്ട്. യോസേപ്പിനെ മാനിച്ചൊരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുവാൻ അവൻ ശക്തനാണ്. യോസേപ്പിൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വന്നെങ്കിലും അവയെല്ലാം തരണം ചെയ്യുവാൻ രക്തം ചെയ്യാൻ യോസേപ്പിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതികൂലത്തെയും നീ അതിജീവിക്കുവാൻ കഴിയണം എന്നുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം യോസേപ്പിന് ഒരു മകനെ കിട്ടിയപ്പോൾ യോസേപ്പ് അതെല്ലാം മറക്കാൻ കാരണമായി തീർന്നു. അപ്പോൾ ഒരു സഹോദരൻ ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, യൗവന കാലത്തിൽ ഞാനും എൻ്റെ അമ്മയും ഭാര്യയും പരസ്പരം ജീവനായി സ്നേഹിച്ചു. വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ കഴിഞ്ഞുപോയി. പല വാഗ്ദാനങ്ങൾ ഞങ്ങൾ തമ്മിൽ കൈമാറി. പക്ഷേ ഒരു ദിവസം അതിനെല്ലാം ഒരു മാറ്റം വന്ന് ഞാൻ ജീവന് തുല്യമായി സ്നേഹിച്ച എൻ്റെ ജീവിത പങ്കാളി എന്നെ വിട്ട് മറ്റൊരാളിലൂടെ പോകുന്ന കാഴ്ച എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റാതെ ഞാൻ മനം നൊന്ത് കരഞ്ഞുവെന്ന് ആ സഹോദരൻ പറഞ്ഞു. എന്നാൽ ആ സഹോദരൻ അതിൻ്റെ മുമ്പിൽ തളർന്നു പോകാതെ തൻ്റെ മേലൊരു വാക്തത്വമുണ്ടെന്ന് മനസ്സിലാക്കിയ ആ പ്രിയ സഹോദരൻ തൻ്റെ ഭാര്യയെക്കുറിച്ച് പിന്നീട് വിലപിക്കാതെ തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും തൻ്റെ മേലുള്ള വാക്തത്വങ്ങളെക്കുറിച്ചും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നത്തേതിൽ ആ മനുഷ്യനെ ദൈവം മാനിച്ചുയർത്തി. ഹല്ലേലൂയ. എന്നാൽ ആ മനുഷ്യനെ വിട്ട് മറ്റൊരു പുരുഷനെ തെരഞ്ഞു പോയ ആ സ്ത്രീയുടെ ജീവിതം പിന്നത്തേതിൽ വലിയ പ്രതിസന്ധിയുടെ വളരെ പരിതാപകരമായി മാറിയെന്ന് ഞാൻ പുസ്തകത്തിൽ വായിക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. നിന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിൻ്റെ ജീവനായ നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കൾ, നിൻ്റെ മാതാപിതാക്കൾ, നിൻ്റെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, നിൻ്റെ ഉടയരും സന്തത സഹചാരികളെല്ലാം നിന്നെ കൈവിട്ടു പോയാലും നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. സ്തോത്രം. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അത് യോസേപ്പിനെ മാനിച്ചൊരു ദൈവമുണ്ട്. കാരാഗ്രഹത്തിന് യോസേപ്പിനെ ഉയർത്തി മിസ്രയീമിൻ്റെ രണ്ടാമനാക്കി മാറ്റുവാൻ യഹോവയായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന സ്വഭാവി നിൻ്റെ കഷ്ടതയുടെ നടുവിൽ നിന്ന്, നിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന്, നിൻ്റെ കണ്ണുനീരിൻ്റെ നടുവിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തി ഹല്ലേലൂയ ഉന്നതമായ സ്ഥാനത്ത് കൊണ്ടുവരും. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് തിരുവെഴുത്ത് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതെ, നിൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അതിനെ ഓർത്ത് നീ ഭാരപ്പെട്ടു പോകാതെ നീ ദൈവത്തോട് ചേർന്നിരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യോസേപ്പിനെ പോലെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അതിന് മധ്യ തകർന്നു പോകാതെ യോസേപ്പിനെ മാനിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ജനം കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വാഗ്ദത്തം പ്രാപിപ്പാണ്ടയാകണമേ. പ്രതിസന്ധിയുടെ കടന്നു പോകുന്നവർക്ക് ഒരു ആശ്വാസം, സമാധാനം കൊടുത്താട്ട് സകല മുഖത്തും എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.